ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രണ്ട് ടൂൾസ് മേടിച്ചിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ടൂൾസ് ആണ്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞ പോലെ വിശപ്പും തീരും, അതേപോലെ മേത്തൊക്കെ എണ്ണയും തേക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടല്ല, ഒരുപാട് 10-12 ഗുണങ്ങളുള്ള രണ്ട് മിനി ടൂൾസാണ്. അപ്പോൾ അത് നമ്മൾ ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. അത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ഉപയോഗം ഉള്ളത് കാണാം. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിന് നല്ല റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് ഈ ഉപയോഗങ്ങളൊക്കെ നടക്കുമെന്നാണ് നമുക്ക് പരീക്ഷിക്കേണ്ടത്. അതാണ് നമ്മളിന്ന് ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നമ്മൾ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് തന്നെയാണത്. ഇത് സിമ്പിൾ ചെറിയൊരു പ്രോഡക്റ്റാണ്. കീ ചെയിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എത്രയോ വലിപ്പം വരുന്നത് മൊബൈല്, അതേപോലെ ചെറിയ ചെറിയ ഡിവൈസുകളുണ്ടല്ലേ, നെട്ടുകൾ വരും. ആ നെട്ടുകൾ ഊരാൻ ഉള്ള ഒരു സ്പാനർ ഇതിൻ്റെ ഇവിടെയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സ്പാനറാണ്. ഇതൊരു ഉപയോഗം ഇതില്ല. അതുപോലെ ഈ ഭാഗം, ഈ ക്യാപ്പ് നമ്മളിങ്ങനെ അയച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു സ്ക്രൂ ഡ്രൈവറാണ്, ചെറിയ സ്ക്രൂ ഡ്രൈവറാണ്. അതായത് സ്റ്റാർ ടൈപ്പ്, ഫിലിപ്സ് ടൈപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ക്രൂ ഡ്രൈവറാണ്. നമുക്കത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇങ്ങേ സൈഡ് അയക്കാം. ഇങ്ങേ സൈഡ് അയച്ചു കഴിഞ്ഞാൽ ഒരു മൈനസ് ടൈപ്പ്, ഒരു ഫ്ലാറ്റ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഉപയോഗമല്ല. നമ്മുടെ ഇപ്പോൾ വണ്ടിയിലൊക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ, കീ ചെയിനിൻ്റെ ഒപ്പം കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടീൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ട് അയക്കാനൊക്കെ ഇത് ടൈപ്പ് സ്ക്രൂ ആണ് വരിക. അതേപോലെ മൊബൈലിനൊക്കെ നമുക്ക് ഉപയോഗം വരും. മൊബൈലിൻ്റെ ഒക്കെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. മൊബൈലിൻ്റെ ഒക്കെ നമുക്കിപ്പോൾ ഈ സ്ക്രൂ ഒക്കെ അയക്കാൻ കറക്റ്റ് സ്ക്രൂ ഡ്രൈവറാണ്. ഇത് ടൈറ്റ് ചെയ്ത് തന്നെ വെക്കാം, നമ്മൾ എന്തിനാ വെറുതെ ലൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണടേൻ്റെ ഒക്കെ ഈ സ്ക്രൂകളൊക്കെ അയക്കാൻ കറക്റ്റ് സ്ക്രൂ ഡ്രൈവറാണ്. ഇത് ടൈറ്റ് ആക്കാനും നമുക്കൊന്ന് ലൂസ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് സാധിക്കും. ഈ 3 ഉപയോഗമാണ് ശരിക്കും ഇതുകൊണ്ടുള്ളത്. ഇത് നല്ല ഉപകാരപ്പെട്ടതാണ്. നമുക്ക് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു 150-200 രൂപയ്ക്കുള്ളിൽ വരും. എന്തായാലും ഞാൻ ആമസോണിൻ്റെ ഈ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ സാധനം മേടിക്കാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഈ പേഴ്സിലേക്ക് ഇതേപോലെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ATM കാർഡിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള, അത്ര തന്നെ വലിപ്പം എന്ന് പറയാൻ പറ്റില്ല, അത്ര വലിപ്പമില്ലാത്തൊരു ടൂളാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഇത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതിൽ ഒരുപാട് ഉപകാരങ്ങൾ നമുക്കിതുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് നമുക്കൊരു ഹാക്സോ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതൊരു ബിയർ ഓപ്പണറാണ്. ബിയർ അതേപോലത്തെ സോഡയൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പണറാണ്. അതുപോലെ തന്നെ ഈ ഭാഗം വരുന്ന ഒരു നൈഫാണ്, ഒരു കത്തിയായിട്ട്. അതേപോലെ ഈ സൈഡ് വന്നിട്ട് നമുക്കൊരു ബോട്ടിൽ ഓപ്പണറാണ്. അതായത് നമ്മുടെ ഈ നെയ്യൊക്കെ വരുന്നത്, അല്ലെങ്കിൽ അതേപോലത്തെ ടിന്നുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് നെട്ടും ബോൾട്ടുകളും വയ്ക്കാൻ പറ്റുന്ന ഈ ഒരു 1, 2, 3, 6 ടൈപ്പ് നെട്ടും ബോൾട്ടുകളും നമുക്ക് ലൂസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഡയറക്ഷൻ ഉണ്ടാക്കാൻ അളവുകൾക്ക് വേണ്ടിയിട്ടൊരു സ്കെയിലും. ഇതാണ്, ഇതൊരു നമുക്കൊരു സ്ക്രൂ ഡ്രൈവറായിട്ട് ഉപയോഗിക്കാം. ഫ്ലാറ്റ് ടൈപ്പ്, മൈനസ് ടൈപ്പ്. ഈ സ്ക്രൂ ഡ്രൈവർ തന്നെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഈ വീട്ടിലെ ഒരു നൈഫാണ് പച്ചക്കറി കരിയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്ക് ഇതേപോലെ ലൂസ് ആണെങ്കിൽ നമുക്ക് ഈ സാധനം കൊണ്ട് സിമ്പിളായിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കി എടുക്കാം. ഈ നൈഫിൻ്റെ ഉപയോഗം നോക്കാം. നൈഫിന് അത്യാവശ്യം മൂർച്ചയുണ്ടോയെന്ന് ഇതുണ്ട്. അത്യാവശ്യം നമുക്ക് പീൽ ചെയ്തെടുക്കാനോ മുറിക്കാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. ഇതിൻ്റെ ഉപയോഗം നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ചങ്ക്സിനൊക്കെ അത്യാവശ്യം ബിയർ ഓപ്പണറൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കും. പിന്നെ ഹാക്സോ നമുക്കൊന്ന് പരീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്കെയിലുണ്ട്. സ്കെയിലിൽ ഇപ്പം നമുക്ക് നോക്കാം, ഈ പൈപ്പിൻ്റെ അളവ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ച് പൈപ്പ് കറക്റ്റ് കണ്ട മെഷർ ചെയ്യാനൊക്കെ പറ്റും. ഇതേപോലെ മെഷർ ചെയ്യാനെല്ലാം കഴിയും. അതേപോലെ നമുക്ക് ഈ ഹാക്സോ കൊണ്ട് വലിയ ഗുണമുണ്ടെന്നുള്ളത് ഞാൻ പറയില്ല. കാരണം അങ്ങനെ മുറിക്കാനൊന്നും പറ്റുന്നില്ല. കട്ടി കുറഞ്ഞ എന്തെങ്കിലും വുഡിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുറിക്കാം. അത്യാവശ്യം നമുക്ക് ഇതേപോലെയൊക്കെ മുറിച്ചെടുക്കാനൊക്കെ ഈ ഹാക്സോ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ നമുക്ക് അഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതേപോലെ ഹെവി നെട്ട് ബോൾട്ടുകളൊക്കെ അല്ലാത്ത ഇതേപോലെ ചെറിയ യൂസിനൊക്കെ നമുക്ക് നല്ലതാണ്. അതേപോലെ തീരെ ചെറിയ നെട്ടും ബോൾട്ടും അയക്കാനുള്ളതാണ് ഇത്. ആ സൈസിലുള്ള നെട്ടും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇതേപോലത്തെ നമുക്കൊന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും. പേഴ്സിലേക്ക് വെക്കാൻ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിൽ പിന്നെ ചെയ്തേക്കാം. ആവശ്യമുള്ളവർ മേടിക്കാം. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മേടിച്ച് കയ്യിൽ വെച്ചാൽ ഉപകാരപ്പെടും.
എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിഷയമായിട്ട് ഒരു നല്ല വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.